ആളെ കാണിക്കാനും വേണ്ടി നിങ്ങൾ ചെയ്യല്ലേ. സുബ്ഹാനല്ലാഹ്. ലക്ഷങ്ങൾ വില വരുന്ന വസ്ത്രമാണ് പുതുനാരി പെണ്ണിന് അണിയിച്ചു കൊടുക്കുന്നത് അല്ലേ? ഒരൊറ്റ ദിവസത്തെ കല്യാണത്തിന്റെ പകലിൽ വാടകയ്ക്ക് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഈ പൈസക്ക് വാങ്ങിയിട്ട് അത് ഒന്നിനും ഉപകാരപ്പെടാതെ ഒരാൾക്കും പറ്റാതെ ധൂർത്തല്ലേ, ഇസ്രാഫല്ലേ ആ പൈസ മുഴുവനും ഒരു ഉപകാരത്തിൽപ്പെടാതെ മാറ്റിവെക്കപ്പെടുന്നത്. വിവാഹത്തിന്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ. കുലു വഷ്റബു, തിന്നോളി കുടിച്ചോളി, പക്ഷേ വലാ തുസ്രിഫു, ഇസ്രാഫ് ചെയ്യല്ലേ, ധൂർത്ത് ചെയ്യല്ലേ. ഭക്ഷണം കിട്ട് വിളമ്പിയിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണം. തന്റെ അയൽവക്കക്കാരന്റെ കല്യാണത്തിൽ ഇത്ര ഉണ്ടായിരുന്നു, എന്നാ പിന്നെ കാറ്ററിംഗ് ഗ്രൂപ്പിന് കൊടുക്കുകയാണ് ഓർഡർ, എന്നാ പിന്നെ അതിലും ഒരു 4 ഐറ്റംസ് ഒന്ന് ഏറെ വെച്ചോളി. ഇവനത് ഒപ്പുണ്ടായിട്ടല്ല, ഒപ്പില്ലോരും ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഈ മത്സരം, എന്നിട്ട് കുറെ വേസ്റ്റ്, ശരീരത്തിന് കുറെ കൊളസ്ട്രോളും കുറെ എണ്ണയും കുറെ അസുഖങ്ങളും കിട്ടുക എന്നല്ലാതെ സുബ്ഹാനല്ലാഹ് എത്രയോ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ഈ ധൂർത്ത് ചെയ്യുന്നത് നോക്കണം. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ, പിശാചുക്കളുടെ കൂട്ടുകാരാണ് ഈ ധൂർത്ത് ചെയ്യുന്ന ആളുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോ ആ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. ഇവിടെ നമ്മൾ ഒന്നുകൂടെ ചില വിഷയങ്ങൾ സ്ത്രീയുടെ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് അവളുടെ ഭംഗിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരോധിച്ച വിഷയമാണ് ഖഅഖഅത്തുൽ ഖൽഖാൽ അല്ലേ? ഈ വലിയ പെണ്ണുങ്ങൾ, അതായത് പ്രായപൂർത്തിയെത്താറായിട്ടുള്ള പെൺകുട്ടികൾ, അവർ ഈ ശബ്ദമുള്ള അലങ്കാരമുള്ള ഈ ആഭരണങ്ങൾ ഉപയോഗിക്കരുത്. അത് പുരുഷന്മാരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ പിശാച് സഹായിക്കുമെന്ന വിഷയമാകയാൽ അതുകൊണ്ട് വലാ യദ്രിബന ബിഅർജുലിഹിന്ന എന്ന പ്രയോഗം അല്ലാഹു തആല സ്വീകരിച്ചു. ചിലർ ചോദിക്കുമ്പോൾ ചെറിയ ആൺകുട്ടികൾക്ക് സ്വർണ്ണം ഇടാൻ വിരോധം ഉണ്ടോ? ചെറിയ കുട്ടികൾക്ക്, ചെറിയ ആൺകുട്ടികൾക്ക് ഇപ്പൊ സ്വർണം ധരിപ്പിച്ചു. ചെറിയ കുട്ടികൾക്ക് എന്താ അതിന്റെ വിധി? നിങ്ങൾ സ്വർണം ധരിക്കണില്ലേ, കൊടുക്കണില്ലേ, ഒരു വിരോധമില്ല. പക്ഷെ അത് ഹലാലാണ്. പുരുഷൻ എന്ന് പറയുമ്പോ കുട്ടിനെ പറ്റി അതൊരു പുരുഷനാന്ന് പറയോ? ആണോ? ആണോ? ഒരു വയസ്സുള്ള കുട്ടി ഒരു പുരുഷനാ? അല്ല, കുട്ടിയാണ്. അവർക്കത് ജായിസാണ്. അലാ റിജാലി ഉമ്മത്തി, എന്റെ സമൂഹത്തിലെ ആണുങ്ങൾക്കത് ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹലാലായത് നമ്മൾ പിടിച്ചിട്ട് എന്താക്കണ്ട, ഹറാമാക്കണ്ട. ഹലാലായിട്ട് തന്നെ കടന്നോട്ടെ. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ സ്വർണ്ണം ഇടണ്ട, സ്വർണ്ണത്തിനൊക്കെ വില കൂടുതലാ, അങ്ങനെയൊക്കെ പറഞ്ഞോളി. ഇത് ഹറാമാന്ന് പറയുന്നത് കുഴപ്പമില്ല. എന്നാ പിന്നെ മാമൂലൊക്കെ ഒന്ന് നിർത്തുക. നമ്മൾ സ്വർണ്ണം അങ്ങനെ എന്താ പോയി ഷൂട്ടിങ്, എന്താ പോകുന്ന പോക്ക്. അപ്പൊ പിന്നെ മസാല വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട, അതിനെ നമ്മൾ മറിക്കരുത്. അത് ഹലാലാണ്. കൊച്ചുമക്കളല്ലേ, അവർക്കത് ജായിസാണ്. വേണ്ടാത്തൊരു ഒഴിവാക്കിക്കോളൂ, കുഴപ്പമില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം അൽ വഖാറു ഫിൽ മശ്ഇ വൽ ഹദീസ്. നടക്കുന്ന സമയത്ത് മാത്രമല്ല ഈ ഒരു പക്വത പാലിക്കേണ്ടത്, സംസാരത്തിലും മക്കൾ പക്വത പാലിക്കണമെന്നാണ്. അത് ആണും പെണ്ണും അങ്ങനെയാണ്. മഹാനായ ഇമാം ജമഖ്ശരി റളിയല്ലാഹു അൻഹു അവരുടെ തഫ്സീർ നസഫിയിൽ ഇന്ന സീന അല്ലതി യജിബു ഇഖ്ഫാഉഹാ, ഒരു പെണ്ണ് മറച്ചു വെക്കേണ്ട ഭംഗി എന്ന് പറഞ്ഞത് ഖദ് തകൂനു മൗദിഅൻ ഫിൽ ജിസ്മി, ശരീരത്തിലെ ഒരു ഭാഗമാകാം, ഔ ഹറകതൻ ലിഉദ്വിൻ, ഒരു ശരീരത്തിന്റെ അനക്കമാകാം, ഒരു ഭാഗത്തിന്റെ അനക്കമാകാം, ഔ തരീഖതൻ ഫിൽ കലാമി അവിൽ മശി, സംസാരത്തിലോ നടത്തത്തിലോ ഉള്ള ഒരു രീതിയാകാം. അതുപോലും മറച്ചു വെക്കേണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. ഔ ഹില്യതൻ മിമ്മാ തതസയ്യനു ബിഹിൻ നിസാ, പെണ്ണുങ്ങൾ അലങ്കാരത്തിന് സ്വീകരിക്കുന്ന ചില ആഭരണങ്ങളാകാം. മിമ്മാ യൽബസ്ന ഔ ഗൈറ ദാലിക്, ഇങ്ങനെ പലതും ഈ വിഷയത്തിൽ വരുന്നുണ്ടെന്ന് ഈ ആയത്തിനെ തഫ്സീർ ചെയ്ത മഹാനായ ജമഖ്ശരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അത്തർ പൂശുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ്, കുല്ലു ഐനിൻ സാനിയ, എല്ലാ കണ്ണും വ്യഭിചരിക്കുന്നതാണ്. വൽ മർഅതു, ഏതൊരു പെണ്ണും ഇദസ്തഅതറത്, സുഗന്ധം പൂശുകയും, ഫമറത് ബിൽ മജ്ലിസി, അന്യ ആളുകൾ ഇരിക്കുന്ന മജ്ലിസിലൂടെ നടന്നു പോവുകയും ചെയ്താൽ, ഫഹിയ കദാ വകദാ, അവൾ ഇന്നവളെ പോലെയാ എന്ന് പറഞ്ഞാൽ സാനിയ, അവൾ വ്യഭിചാരിയാണ് നാം മനസ്സിലാക്കുക. ബുദ്ധിയുള്ള മുഅ്മിനീങ്ങളുടെ വിധിയെഴുത്ത് അങ്ങനെയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ അതിനെ അങ്ങനെയാണ് വിധി എഴുതുകയെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ്, അയ്യുമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ് ഇസ്തഅഫറത്, അവൾ സുഗന്ധം പൂശുകയും, ഭർത്താവിന് വേണ്ടി സുഗന്ധം പൂശിക്കോട്ടെ, അവളുടെ വീട്ടിൽ
അവളുടെ പെണ്ണുങ്ങളുള്ള വീട്ടിൽ, അവളുടെ കുടുംബത്തിന്റെ ഉള്ളിൽ, അവളുടെ ജായിസായുടെ മുമ്പിൽ അവൾ ആവാം. അതല്ല, പുറത്തിറങ്ങുമ്പോൾ അന്യ ആളുകളുമായി ഇടപഴകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവൾ സുഗന്ധം പൂശി ഇറങ്ങൽ ഹറാമാണ് പെണ്ണിനെ സംബന്ധിച്ച്. എന്തുകൊണ്ട് ഹറാമാണ്? ഫമറത്ത് അലാ ഖൗമിൻ, അവളൊരു സമൂഹത്തിനരികത്തുകൂടെ പോയി, ലിയജിദു റീഹഹ, അവളുടെ ഈ സുഗന്ധമൊക്കെ അവരൊന്ന് മണക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് നടന്നാൽ, ഫഹിയ സാനിയത്തുൻ വകുല്ലു ഐനിൻ സാനിയ, അവൾ സിന ചെയ്യുന്നവളാണ്, അവളെ നോക്കുന്ന കണ്ണ് സിന ചെയ്യുന്ന കണ്ണാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനഃപൂർവ്വം ആൾക്കാരെ മണക്കട്ടെ എന്ന് വിചാരിച്ച് നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതിന്റെയൊക്കെ ചെയ്യുക? മആദല്ലാഹ് എന്ന് പറയാം. ഒരു പെണ്ണിന് അങ്ങനെ ദുർഗന്ധം എന്ന് വിചാരിക്കുക, അവള് സുഗന്ധം ഉപയോഗിച്ചു, ഒരു കുഴപ്പമില്ല, അവളത് മറ്റുള്ളവരെ മണപ്പിക്കണം, അവളുടെ ദുർഗന്ധം മറച്ചു വെക്കലേ, അതല്ല. ഇത് അന്യ ആളുകൾ എന്നെ നോക്കണം, ഞാനങ്ങ് പോയാൽ 1 കിലോമീറ്ററോളം എന്റെ മണം കണ്ട് ബാക്കിൽ വരണം. ഇങ്ങനെ പൈശാചികമായ ചിന്തയിൽ നടക്കുന്ന പെണ്ണുങ്ങൾ അന്യ ആളുകളുടെ മുമ്പിലേക്ക് അത്തർ പൂശി നടക്കുന്നത് വ്യഭിചരിക്കുന്ന പെണ്ണാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ പിന്നെ സൗജ് ഭർത്താവിന് വേണ്ടി ഇത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങേണ്ടവളാണ് പെണ്ണ്. ഭർത്താവിന്റെ മുമ്പിൽ അവൾ എന്ത് ചെയ്യരുത്? അവൾ ദുർഗന്ധത്തിലല്ല നിൽക്കേണ്ടത്, നല്ല സുഗന്ധത്തിൽ സൗന്ദര്യവതിയായിട്ടാണ് അവൾ ഭർത്താവിന്റെ മുമ്പിൽ നിൽക്കേണ്ടത്. അതിനെന്താണ് ഹദീസ്? അന്ന സൗജത്ത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ, മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അവരെ ധാരാളം സുഗന്ധം ഉപയോഗിക്കുന്ന സ്ത്രീയായിരുന്നു ആദ്യകാലം. അവരെ മൈലാഞ്ചി പൂശുന്നവരായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ നിർത്തി, പാടില്ലെന്ന് പറഞ്ഞപ്പോ അതൊക്കെ നിർത്തി. അങ്ങനെ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നു, കയ്യിൽ മൈലാഞ്ചിയില്ല, അതുപോലെ തന്നെ ശരീരത്തിൽ എന്തില്ല, സുഗന്ധമൊന്നും ഇല്ലാതെ വന്നു. ഈ മൈലാഞ്ചി പെണ്ണുങ്ങൾക്ക് നല്ലതാണ്, ഉത്തമമാണ്, അവര് ചെയ്യുന്നത് കൂലിയാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മള് ഈ നൈൽ പോളിഷിനെ കുറിച്ചിട്ട് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുമ്പിലേക്ക് വന്നു. അപ്പൊ അത്തറുമില്ല, ഒരു മൈലാഞ്ചി ഒന്നും ഇല്ലാതെ വന്നത്. അവരതൊക്കെ ചെയ്തിരുന്ന പെണ്ണായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് വല്ലാത്ത അത്ഭുതം. എന്തേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്? എന്തേ നിങ്ങൾക്ക് ഭർത്താവില്ലേ? നിങ്ങൾ കല്യാണം കഴിഞ്ഞ പെണ്ണല്ലേ, ഭർത്താവുള്ള പെണ്ണല്ലേ നിങ്ങൾ, എന്നിട്ട് എന്തേ നിങ്ങൾ ഇതൊന്നും ചെയ്യാത്തത്? ഫഖാലത്ത് ലഹാ, അപ്പൊ അവര് പറഞ്ഞു, യാ ഉമ്മുൽ മുഅ്മിനീൻ, അല്ലയോ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നോക്കണത് വല്ലാത്തൊരു വാക്കാണ് ഈ മഹദി പറഞ്ഞത്. ഇന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ, എന്റെ ഭർത്താവ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ലാ യുരീദു ദുനിയ, അവർക്ക് ദുനിയാവ് വേണ്ട, വലാ യുരീദു നിസാ, പെണ്ണുങ്ങളും അവർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആളൊന്നും അല്ല എന്റെ ഭർത്താവ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് ഈ മഹദി പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേരെ നബി തങ്ങളോട് ചെന്ന് പറഞ്ഞു കൊടുത്തു, നബിയെ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അങ്ങനെ നബി തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്നവരെ കണ്ടപ്പോ ചോദിച്ചു, യാ ഉസ്മാൻ, അല്ലയോ ഉസ്മാൻ, അത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന സഹാബിയാണ്. കഅബയുടെ താക്കോലുമായൊക്കെ ബന്ധപ്പെട്ട സൂക്ഷിപ്പുകാരനായിരുന്നു ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. അവരോട് ചോദിച്ചു, തുഅ്മിനു ബിമാ നുഅ്മിനു ബിഹി, നബി തങ്ങൾ ചോദിക്കുക, ഉസ്മാൻ, നമ്മൾ വിശ്വസിക്കുന്നതിലൊക്കെ നിങ്ങൾക്ക് വിശ്വാസമല്ലേ എന്ന് ചോദിച്ചു. നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ. എന്നാ പിന്നെ നമ്മളെ കണ്ട് പഠിക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ, നിന്റെ ഭാര്യയെ നീ ഒഴിവാക്കല്ലേ, അവരോട് ആഗ്രഹമില്ലെന്ന് നീ പ്രകടിപ്പിക്കല്ലേ, അവരോട് സ്നേഹം കാണിക്കുക. ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കുന്നില്ലേ, ഞാൻ ചെയ്യുന്നത് ദീനല്ലേ, എനിക്ക് ഭാര്യമാരില്ലേ, അതുകൊണ്ട് നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് ഇഷ്ടമില്ല, നിന്റെ ഭാര്യയോട് നിനക്ക് ഇഷ്ടമില്ല എന്ന രീതിയിൽ നീ പെരുമാറല്ലേ, അവരോട് അങ്ങനെ കാണിക്കല്ലേ, നീ അവരെ സമീപിക്കണം, അങ്ങനെ നല്ല കുടുംബജീവിതം നയിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ ഹദീസ് ഫിഖ്ഹ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ചക്കെടുത്തൊരു ഹദീസാണ്. എന്താണ് ഇവിടെ വിഷയം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തുകൊണ്ട് ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിലേക്ക് എത്തിച്ചു? അത് പറഞ്ഞത് ഭർത്താവുള്ള ഒരു വഹിയ ദാതു സൗജിൻ, ഭർത്താവുള്ള ഒരു പെണ്ണ് ഇതൊക്കെ ചെയ്യണം എന്നാണ്. കുട്ടികളെ നോക്കിയിട്ട് പാത്രം കഴുകിയിട്ട് എനിക്ക് നേരം കിട്ടണ്ടേന്ന് എന്ത് ചെയ്യരുത്, പെണ്ണത് പറയുന്നത്. കുറച്ചു നേരം ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, മൈലാഞ്ചില്ല, ഒന്ന് അത്തറ പൂശ, അഴുക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിവെക്കുക, അവൾ ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുക, അത് സുന്നത്തുള്ള വിഷയമാണ്. അപ്പോഴല്ലേ ഹറാമിൽ നിന്ന് അകന്ന് അള്ളാഹു ഹലാലാക്കിയ ഹലാലിലൂടെ അതിൽ തന്നെ അള്ളാഹു കൂലി തരികയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഭർത്താവുള്ള ഒരു പെണ്ണ് അങ്ങനെ ചെയ്യണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഇതിന്ന് മനസ്സിലാക്കി. വസ്തിൻകാറു ആയിഷ റളിയല്ലാഹു അൻഹ തർക്കൽ ഖിതാബി ഖിതാബി വത്തീബി യുശ്ഇറു ബിഅന്ന ദവാത്തിൽ അസ്വാജ്
യഹ്സുനു മിൻഹുന്ന തസയ്യുനു ലിൽ അസ്വാജ് ബിദാലിക്. ഇതാണ് മസ്അല. ഭർത്താവുള്ള പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ആ പെണ്ണുങ്ങൾ ഭംഗിയാവേണ്ടതാണ്. ഇതൊക്കെ ഉമ്മമാര് മക്കളെ കെട്ടിച്ചേക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയാണ്. ഇത് മാതാപിതാക്കൾ മക്കളുമായി ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യണം, പറഞ്ഞു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം, അറിഞ്ഞില്ലെങ്കിൽ എന്നർത്ഥം. മറ്റൊന്ന്, അപ്പോ എവിടെ പറ്റും പറ്റില്ലെന്ന് മനസ്സിലായി. സുഗന്ധം അന്യ ആളുകളുടെ മുമ്പിൽ പറ്റില്ല, പക്ഷേ ഭർത്താവിന്റെ മുമ്പിൽ അത് ചെയ്യൽ ഏറ്റവും നല്ലതാണെന്ന് വരെ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്.